എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിലൊന്ന്. പ്ലാറ്റ്ഫോം നമ്പർ 2. അവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. സ്റ്റീം ആൻഡ് ബീൻസ്. അത് ആ സമയത്ത് നടത്തിയത് അനന്തുവായിരുന്നു. അനന്തു തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. ഏകദേശം 28 വയസ്സുള്ള ഒരു യുവാവ്. സാധാരണപ്പെട്ട ഒരു ജീവിതം, പക്ഷേ അസാധാരണമായ ഒരു ഡിസിപ്ലിൻ ആൾക്കുണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങൾ കടന്നുപോകുന്ന അലാറം ആദ്യം മുഴങ്ങുന്നത് 3:45-നായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കും, അനന്തുവിന്റെ ഒരു ദിവസം എങ്ങനെ തുടങ്ങും? ആ ഒരു നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ ഓൾറെഡി ബിസി ആയിരിക്കും. ആദ്യം ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക് എടുക്കും. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് കോഫി ബീൻസ് ഗ്രിൻഡിലിട്ട് അരയ്ക്കും. കാരണം ആദ്യ ട്രെയിൻ എത്തുന്ന സമയത്ത് പാസഞ്ചേഴ്സിന് വേണ്ടത് ഒരു സ്ട്രോങ് കോഫിയാണ്. ഇനി അനന്തുവിന്റെ കോഫി ഷോപ്പിലേക്ക് റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സ്, ഡെയിലി യാത്ര ചെയ്യുന്ന ഒരു കുറച്ച് നേഴ്സുമാരുണ്ടായിരിക്കും. പിന്നെ IT എംപ്ലോയീസ് ഉണ്ടായിരിക്കും. പിന്നെ ചില സ്റ്റുഡൻസും, അങ്ങനെ കുറെ റെയിൽവേ സ്റ്റാഫും കാണും. അത് മാത്രമായിരുന്നു അനന്തുവിന്റെ സമ്പാദ്യം. ഒരു ദിവസം രാവിലെ 8:10 തന്നെ ട്രെയിൻ നിർത്തുന്ന സമയത്ത് ആ ഒരു തിരക്കിനിടയിൽ അവൻ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുകയാണ്. ആ ഒരു സമയം അനന്തു ചായ വിൽക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ മുഖം വീണ്ടും വീണ്ടും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചു നേരത്തിന് ശേഷം ട്രെയിൻ മുന്നോട്ട് നീങ്ങിയെങ്കിലും അവിടെ കൂടി നിന്ന ആൾക്കാരെല്ലാം പോയെങ്കിലും ആ ഒരു പെൺകുട്ടി മാത്രം അവിടെ മാറി നിന്നു. പെട്ടെന്ന് അനന്തു അവളുടെ അടുത്തേക്ക് ചെന്ന് ചായ വേണോ എന്ന് ചോദിച്ചു. അവന്റെ ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ അവളൊന്ന് ചിരിച്ചു. ശേഷം വേണമെന്ന് പറഞ്ഞു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരസ്പര സംസാരത്തിൽ അവൾ പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഇന്റർവ്യൂവിന് വന്നതാണ്. അങ്ങനെ അവൾ പോയതിനു ശേഷം അനന്ത് തിരികെ ആ ഒരു കോഫി ഷോപ്പിലേക്ക് വന്നു. തിരികെ വന്ന് ചായ ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവളുടെ ആ മുഖം അവന്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നു. പേര് പോലും അറിയാത്തൊരാൾ. ആ ഒരു മുഖം മനസ്സിൽ നിന്ന് മായുന്നേയില്ല. തന്റെ ദിവാസ്വപ്നങ്ങളിൽ എപ്പോഴോ അവൻ മനസ്സിൽ കണ്ട ഒരു മുഖം. അത് തന്നെയായിരുന്നു ആ ഒരു പെൺകുട്ടി. അടുത്ത ദിവസം പതിവ് പോലെ അനന്തു ഷോപ്പിലേക്ക് വന്നു. ആദ്യ ട്രെയിൻ വന്നപ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അനന്തു ചായ കൊടുക്കുന്ന സമയത്ത് തന്നെ അവൻ ആ ഒരു തിരക്കിനുള്ളിൽ അവളെ തിരയുന്നുണ്ടായിരുന്നു. അവൾ അവിടെ ഉണ്ടാകുമോ എന്നൊരു ചിന്ത മാത്രം. ഏകദേശം ഉച്ചയോടടുത്ത സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി സ്റ്റേഷനിലേക്ക് വന്നു. അവനെ കണ്ട സമയത്ത് തന്നെ അവളൊന്ന് ചിരിച്ചു. തിരിച്ച് അവനും അതുപോലെ തന്നെ. ആ ഒരു പുഞ്ചിരിയിൽ എന്തെന്നില്ലാത്ത ഒരു ഊർജം അനന്തുവിന്റെ മനസ്സിൽ തോന്നിത്തുടങ്ങി. തന്റെ സ്വപ്നങ്ങളിലെ പെൺകുട്ടി തന്നെ വീണ്ടും വീണ്ടും കാണുന്നു എന്നൊരു ചിന്ത അനന്തുവിന്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ ഇത്തവണ വന്ന സമയത്ത് അവളുടെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു. എന്താണ് ഇപ്രാവശ്യം കയ്യിലൊരു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജോലി റെഡിയായോ? അവന്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് മൂളി. അതെ, അവൾക്ക് ജോലി കിട്ടിയിരിക്കുന്നു. ആ ഒരു കാര്യം അനന്തുവിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി തുടങ്ങി. മറ്റേതോ നാട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി, പക്ഷേ ഇപ്പോൾ തമ്മിൽ ചെറിയ പരിചയമായിരിക്കുന്നു. അവൾ തനിക്കായി വന്നിറങ്ങിയതുപോലെ ഒരു തോന്നൽ അവന്റെ മനസ്സിൽ. മനസ്സിൽ തോന്നിയ എന്തൊക്കെയോ തോന്നൽ പോലെ അവൻ അവളോട് ചോദിച്ചു, എന്താ തന്റെ ശരിക്കുള്ള പേര്? പെട്ടെന്ന് ആ ചോദ്യത്തിൽ അവൾ മറുപടി പറഞ്ഞു, മീനു. മീനു എന്നായിരുന്നു അവളുടെ പേര്. കുറച്ച് സമയം ഒരു ഉത്കണ്ഠയോടെ, ഒരു ജിജ്ഞാസയോടെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. അവൾക്ക് ജോലി കിട്ടിയത് എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ പരസ്പരം എപ്പോഴും തമ്മിൽ കാണുമായിരുന്നു. മീനു രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തും വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്തും ആ ഒരു സമയം മാത്രം വഴിയോര ചന്തക്കരിയിൽ അനന്തു അവളെ കാണാനായി മാത്രം കുറച്ച് സമയം നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് മീനു വരാതിരിക്കുന്ന സമയങ്ങളിൽ അവൻ സ്വയം ശ്രദ്ധിക്കുമായിരുന്നു, എന്തേ അവൾ വരാത്തത്? എന്നും കാണുന്ന ഒരാളുടെ മുഖം മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണുന്നില്ലല്ലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരും. അതുതന്നെയായിരുന്നു അനന്തുവിന്റെ മനസ്സിലേക്ക്. എന്താണ് ശരിക്കും മിസ്സിങ്? ഒരാളെ കാണാതിരിക്കുന്നത് മാത്രമാണോ? ആ ഒരാളെ കാണാതിരിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു പിടച്ചിലുണ്ട്. അതുതന്നെയാണ് നമ്മൾ മിസ്സിങ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു മിസ്സിങ് ഹാപ്പിനെസ്സിലേക്ക് പോകുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ചിരിച്ച മുഖമായി വരുന്ന മീനുവിനെ കാണുന്ന സമയത്താണ്. അങ്ങനെ മീനുവിനും അനന്തുവിനും ഇടയിൽ ചെറിയൊരു ബന്ധം വരാൻ തുടങ്ങി. അതൊരു ഫ്രണ്ട്ഷിപ്പാണോ പ്രണയമാണോ എന്നറിയില്ല. ദിവസവും കാണുന്നില്ലെങ്കിലും എന്നാലും കാണാതിരിക്കാൻ പറ്റാത്തതുപോലെ, ചില നേരങ്ങളിൽ സംസാരിക്കാതെ ഇരിക്കാൻ പറ്റാത്തതുപോലെ. ഒരു ദിവസം മീനു പറഞ്ഞു, ഈ ഒരു സ്റ്റേഷൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു സ്ഥലം. ചിലപ്പോൾ നിങ്ങളെപ്പോഴോ എനിക്ക് പരിചയമുള്ള ഒരാളെപ്പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി.
മീനുവിനെ കാണാത്ത ഒരു ദിവസം പോലും അനന്തുവിനത് കഴിയാൻ പറ്റാത്ത പോലെ. ആദ്യമൊക്കെ അത് ശീലമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പോകില്ല എന്ന് അവന് തന്നെ മനസ്സിലായി. അവൾ ചായ കുടിക്കുന്ന സമയത്ത് ചിരിക്കുന്ന ഒരു രീതി, സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തന്നെ നോക്കി നിശബ്ദമാകുന്ന ഒരു കാര്യങ്ങൾ, അവളെ ഇടയ്ക്ക് കാണുന്നതും ചില വരവും പോക്കും എല്ലാം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു. അങ്ങനെ ഒരു ദിവസത്തെ കൂടിക്കാഴ്ചക്കിടയിൽ അവൾ കാഷ്വലി പറഞ്ഞു, ഞാനിവിടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ ആൺകുട്ടികളെയും പോലെ തന്നെ അനന്തുവിൻ്റെ മനസ്സും ഒരു പ്രണയം എന്നതുപോലെ തന്നെ ആ ഒരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാതിൽക്കൽ തന്നെയായിരുന്നു. അങ്ങനെ ആ ദിവസം ഷോപ്പ് അടച്ചിട്ട് അനന്തു ആ ഒരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി. അകത്തേക്ക് കയറാൻ അത്ര ധൈര്യമില്ലായിരുന്നെങ്കിലും അകത്തുള്ള പെൺകുട്ടികളുടെ ചിരി, സംസാരം അതെല്ലാം പുറത്തുനിന്ന് കേട്ടു. ആ ഒരു സംസാരത്തിനിടയിൽ തൻ്റെ മീനു ഉണ്ടോ എന്നൊരു സംശയം. കുറച്ച് സമയത്തിന് ശേഷം മീനു പുറത്തേക്ക് വന്നു. അനന്തുവിനെ കണ്ട സമയത്ത് തന്നെ മീനു ആദ്യം ഒന്ന് അമ്പരന്നു. ഏ, എന്താ ഇവിടെ എന്നൊരു ചോദ്യമായിരുന്നു. മീനുവിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള ചോദ്യത്തിൽ അനന്തു ആദ്യമൊന്ന് നിശബ്ദമായി. ശേഷം അവൻ പറഞ്ഞു, ഞാൻ വെറുതെ തന്നെ കാണാൻ വേണ്ടി. മീനു അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയെങ്കിലും അനന്തു പിന്നെ 2 ദിവസം കൂടി അതേപോലെ തന്നെ ആവർത്തിച്ചു. അവൻ വീണ്ടും വീണ്ടും മീനുവിൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്ക്, അവൾക്ക് തന്നെ ഒരു അസൗകര്യം അവൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഒരു ദിവസം മീനു ആ ഒരു കാര്യം അനന്തുവിനോട് തറപ്പിച്ച് തന്നെ പറഞ്ഞു, ഇനി എന്നെ കാണാൻ ഹോസ്റ്റലിന് മുന്നിലേക്ക് വരണ്ട. ആ ഒരു കാര്യം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അവിടേക്ക് വരുന്നതും കാണുന്നതുമെല്ലാം. നമ്മളായിട്ട് വെറുതെ എന്തിനാ മറ്റുള്ളവർക്ക് പറഞ്ഞു രസിക്കാൻ ഓരോ കാരണങ്ങൾ കൊടുക്കുന്നത്? അവൾ ഒറ്റ വാക്കിൽ മുഖത്തടിച്ചതുപോലെ പറയുന്ന സമയത്ത് അനന്തുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ, അവൻ കരുതിക്കൂട്ടിയ ആ ഒരു ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്ന പോലെയായിരുന്നു. പക്ഷെ അപ്പോഴും അവൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ ഉള്ളതുപോലെ അവനും തോന്നി. ആ ഒരു നിമിഷം അവൾക്ക് മുന്നിൽ അവൻ ആദ്യമായി തലകുനിച്ചു. അവൾ ആഗ്രഹിക്കുന്നത് തൻ്റെ സാന്നിധ്യമല്ല, അവളുടെ സമാധാനം തന്നെയാണെന്ന് അവന് മനസ്സിലായി. ആ നിമിഷം എന്ത് പറയണമെന്നറിയാതെ അനന്തു ശരി എന്ന് മാത്രം പറഞ്ഞു. നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാം, ഒരിക്കലും ഇവിടേക്ക് വരണ്ട എന്ന് മീനു പറഞ്ഞു. അവൻ ആ നിമിഷം തിരിച്ചു നടന്നു. തിരിച്ചു നടക്കുന്ന സമയത്തും അവൻ്റെ മനസ്സിൽ ഒരു ഭാരമുണ്ടായി. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ ഷോപ്പ് തുറന്നു. എല്ലാ കാര്യങ്ങളും പതിവ് പോലെ തന്നെയായിരുന്നു. ചായ, കാപ്പി, ആളുകൾ എല്ലാം തന്നെ. പക്ഷേ അവൻ്റെ മുഖത്ത് എന്നും ഉണ്ടായിരുന്ന ആ ഒരു ചിരി അതുമാത്രമില്ലായിരുന്നു. മീനു അവനെ കാണാൻ സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് അവൾ ആദ്യം തന്നെ അത് ശ്രദ്ധിച്ചു. അനന്തു അവളെ കണ്ടിട്ടും സാധാരണ ഇന്നും സംസാരിക്കുന്ന പോലെ ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. അവൾ വന്ന് ചായ ചോദിക്കുമ്പോൾ ചായ എടുത്തു കൊടുത്തതിന് ശേഷം സാധാരണയുള്ള പുഞ്ചിരിയോടെ അവളുടെ കണ്ണിലും അവൻ നോക്കിയില്ല. എന്താണ്, ഇന്നെന്താ സുഖമില്ലേ എന്ന് മീനി ചോദിക്കുമ്പോൾ അവനൊന്നും മറുപടിയില്ലായിരുന്നു. അവളുടെ ആ ചോദ്യത്തിനും അനന്ത് കുറച്ച് നിമിഷം നിശബ്ദമായി തന്നെ നിന്നു. ഒന്നുമില്ല എന്നുള്ള മറുപടിയും പറഞ്ഞു. പക്ഷേ അവൻ്റെ ശബ്ദത്തിലും ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് മീനുവിന് തന്നെ തോന്നി. അവൾ ചായ കുടിക്കുന്ന സമയത്ത് അവനൊന്നും തന്നെ സംസാരിച്ചില്ല. പതിവ് പോലെയുള്ള ആ ഒരു ചോദ്യങ്ങളോ തമാശകളോ വന്നില്ല. ചുറ്റുമുള്ള ശബ്ദങ്ങൾക്കിടയിൽ അവർക്കിടയിൽ മാത്രം ഒരു നിശബ്ദതയുണ്ടായി. ആ ഒരു നിമിഷം ഒന്നും പറയാനില്ലാതെ മീനു അവനോട് ചോദിച്ചു, എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, എനിക്കൊന്നും പറയാനില്ല എന്നൊരു മറുപടി മാത്രമായിരുന്നു അനന്തുവിന്. ഇനി ഞാൻ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വരില്ല. ഇനി അതാലോചിച്ച് താൻ വിഷമിക്കണ്ട. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. എനിക്കത് നന്നായി തന്നെ തോന്നി. അവനത് പറയുന്ന സമയത്ത് മീനു ഒന്നും പറഞ്ഞില്ല. അവൾ അവനെ നോക്കി അങ്ങനെ നിന്നു. ഇനി ഞാൻ അതുപോലെ വരില്ല, അനന്ത് കൂട്ടിച്ചേർത്തു. വെറുതെ അതുമാത്രം പറയണമെന്ന് എനിക്ക് തോന്നി. അവൻ്റെ ആ പറച്ചിലിൽ മീനു ചായക്കപ്പ് താഴെ വെച്ചു. ആ സമയം അവളുടെ മുഖത്ത് ഒരു കുറ്റബോധമോ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. തൻ്റെ പേഴ്സിൽ നിന്നും ചായക്കുള്ള കാശ് മാത്രം ആ ടേബിളിന് മുകളിൽ വെച്ചിട്ട് അവൾ തിരിഞ്ഞു നടന്നു. അനന്തുവിനോട് എന്ന പോലെ അവളുടെ മുഖത്തും നല്ല ദേഷ്യമുണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തെ രാത്രി അനന്ത് കൂടുതൽ ചിന്തിച്ചു. ചേടാ, അവളോട് അങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷേ തൻ്റെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം കൊണ്ട് മാത്രമാണല്ലോ അവളോട് ആ ഒരു സമയം അങ്ങനെ പറയാൻ തോന്നിയത് എന്ന് അനന്ത് ചിന്തിച്ചു. അടുത്ത ദിവസം രാവിലെ അവൻ ഷോപ്പ് തുറന്ന സമയത്ത് തന്നെ അവളോട് കാണിച്ച ദേഷ്യത്തിൽ ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് അവനും തോന്നി.
ശേഷം അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്നും അവന് തോന്നി. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവൾ അവിടേക്ക് വരുന്നത്. പക്ഷേ ഈ സമയം വരുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവൾ വന്നത് ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. കൂട്ടിനൊരാൾ കൂടി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അടുത്തുനിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അനന്തുന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അവരുടെ ചിരിയും കളിയും സംസാരവുമെല്ലാം അവനെ നന്നായിട്ട് വേദനിപ്പിക്കുന്ന പോലെ അവന് തന്നെ തോന്നി. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ രണ്ടുപേരും പരസ്പരം കാണുന്ന സമയത്ത് എന്നും ഉള്ളതുപോലെ ഒരു പുഞ്ചിരി മീനുവിന്റെ മുഖത്തും അനന്തുവിന്റെ മുഖത്തും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൾ തുറന്നടിച്ചതുപോലെ പറഞ്ഞു, എടോ, അതാണ് കേട്ടോ ഞാൻ കെട്ടാൻ പോകുന്ന ചെക്കൻ. തന്നോട് ഞാൻ ഇതുവരെ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പൊ എന്തോ പറയണമെന്ന് തോന്നി. ശരിക്കും ഇപ്പോഴുള്ള തൻ്റെ പെരുമാറ്റവും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ താൻ എന്നോട് ഒരുപാട് അടുക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാര്യം ഇപ്പം പറയാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അപ്പോൾ എനിക്കിവിടെ ആകെ പരിചയമുള്ള ഒരാൾ താൻ തന്നെയാണ്. അതാ ഇവിടേക്ക് വന്നത്. അവളുടെ ആ തുറന്നു പറച്ചിലിൽ അനന്തുവിന് എന്തൊക്കെയോ മനസ്സിൽ തോന്നിയെങ്കിലും അവൻ ഒന്നും പ്രകടിപ്പിച്ചില്ല. എല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടിരുന്നു. ശേഷം എല്ലാം കഴിഞ്ഞ് അവൾ തിരിച്ചു പോകുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില വ്യക്തികളെക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് ചില നിമിഷങ്ങളെയാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു നിമിഷമായി മീനു ആനന്ദിന്റെ മനസ്സിൽ മാറിയിരിക്കുന്നു. മരവിച്ച മനസ്സിൽ വേദനയുടെ ഒരു പുഞ്ചിരിയോടെ അവൻ വൈകുന്നേര സമയത്ത് ആ ഒരു ഷോപ്പ് ക്ലോസ് ചെയ്തു. അങ്ങനെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അനന്തുവിന്റെ കഥയ്ക്ക് ഒരു ചീട്ട് കൊട്ടാരം തകർന്നതുപോലെയായി. ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.